ആഹാ, ഹേ, കടിച്ച കൊതുവിനെ ഒന്ന് അടിക്കാൻ പോലും മറ്റൊരാളുടെ സഹായം തേടുന്ന ആളെന്താ ഓടിക്കിതച്ച് വന്നിരിക്കുന്നേ? എടി, ഞാൻ കടയിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്ത കേട്ടത്. പട്ടിക്കും ചെരുപ്പോ? ആട്ടെ, ഈ ശരീരം ഞെട്ടാൻ മാത്രം അത്ര വലിയ വാർത്ത എന്താണാവോ? എടി, ആ സുമേഷും ജോണാപ്പും ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. അതിന് നിങ്ങൾക്കെന്താ മനുഷ്യ? എടി പൊട്ടി, നമ്മുടെ പുതിയ ബിസിനസ്സിന് ജോണാപ്പി കുറച്ച് പണം തരാന്ന് പറഞ്ഞ്, അത് നീ മറന്നോ? 10 മെഗാ പിക്സലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ ടെക്നോളജി ഇന്ന് കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ജർമ്മനി, ഹംഗറി, ഉഗാണ്ട, പരഗ്വായി, അങ്ങനെ പല രാജ്യങ്ങളിലും ഇത് നമ്മൾ പ്രദർശിപ്പിക്കും. തള്ളാണെങ്കിലും നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. എന്തായാലും ഫുട്ബോൾ മത്സരം കണ്ടതുകൊണ്ടേ കുറെ രാജ്യങ്ങളുടെ പേര് പഠിച്ചു. പറ്റുമെങ്കിൽ കുണ്ടന്നൂരും കോതമംഗലത്തും ഒന്ന് കാണിക്കാൻ പറ്റുമോ? അയ്യോ, അതെന്തിനാ? അവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ടേ, അതുകൊണ്ടാ. നിസ്സാരം. ആട്ടെ, ഞാൻ എന്ത് മുടക്കണം? ചേട്ടന്റെ കയ്യിൽ മൊത്തം എത്രയുണ്ട്? എൻ്റെ കയ്യിലുള്ളത് മൊത്തം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? അത് മൊത്തം എടുത്ത് പടം പിടിക്കാനാണ്. അല്ല, ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ ആദ്യം ഒരു ബഡ്ജറ്റ് ഇടട്ടെ, എന്നിട്ട് താങ്കൾ എത്ര ഷെയർ ഉണ്ടെന്ന് പറയാം. ഓക്കെ? ഓക്കെ, അത് മതി. ആട്ടെ, നമ്മൾ എടുക്കുന്ന സിനിമയുടെ പേരെന്താ? ഊഹം. ഊഹമോ എന്ന് വച്ചാ? അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. അതൊക്കെ പിന്നീട് വ്യക്തമായി പറഞ്ഞുതരാം. ഇന്ന് ഇറങ്ങട്ടെ. പടത്തിന്റെ പേര് ഊഹമോ? എന്തുവാ കവി ഉദ്ദേശിച്ചത്? എടി, ഞാൻ വ്യൂഹം എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് രഘുവരന്റെ ഹിറ്റ് സിനിമ ആയിപ്പോയി. നമ്മൾ നടക്കാത്ത പണിക്കുന്ന അവരുടെ ശാപം കൂടി പിടിച്ചു വെക്കുന്നത്. എന്തായാലും ഇതിനൊരു അർത്ഥം കണ്ടെത്തണം. അയാളുടെ കാശ് മുടക്കുന്നതിന് മുന്നേ നമുക്ക് തുടങ്ങണം. അഭിനയിക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്നും നമ്മൾ പിരിവെടുത്ത 7000 രൂപ ഉണ്ടല്ലോ, അല്ലേ? ഇന്നലെ പലരിക്കട കൊടുത്തതേ, അതെടുത്താ. അപ്പൊ അതും ഇല്ലേ? എന്തായാലും അയാളോട് ഒരു 50,000 രൂപ മുടക്കാൻ പറയാം. പകുതി നമ്മളിടാന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. പിന്നെ ഒരു ഓഡീഷൻ കൂടെ അങ്ങ് വെക്കാം. വല്ല ഇരയും വന്ന് ചാടും, നമുക്ക് ജീവിക്കണ്ടേ? അതൊക്കെ ശരി. ജോണാപ്പി ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് പണം തരില്ലെന്ന് ഉറപ്പാ. അവിടെയില്ലേ നമ്മുടെ സ്ഥിരം നമ്പർ എടുക്കേണ്ടത്. അവരെ തമ്മിൽ തെറ്റിക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഒന്ന് ഇങ്ങോട്ട് വാ മനുഷ്യ. ഇവിടെ ഇരിക്കും മനുഷ്യ. ആ സുമേഷിനെ വിളിച്ചിട്ട് ജോണാപ്പി പറഞ്ഞെന്നും പറഞ്ഞ് അവന്റെ 2 കുറ്റം നൈസായിട്ട് പറയണം. അവന് പറഞ്ഞ സ്ഥിതിക്ക് അവൻ തിരിച്ചും പറയും. നമുക്ക് ആവശ്യമുള്ളതെടുത്ത് ജോണാപ്പിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അവരായി അവരുടെ പാടായി. കൊച്ചു കള്ളി, നീ എന്റെ പെൺപിള്ള തന്നെ. അമ്മേ, എത്ര നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു? 2 പേർക്ക് ഒരു ബൈറ്റ് ഇല്ലായിരുന്നല്ലോ. ജോണാപ്പിയങ്കൾ ആ വീഡിയോ കോളിൽ 2 പേരെ ഞാൻ കാണിച്ചു കൊടുത്തു. ഇന്നാ ഫോൺ. ഡാ ജോണാപ്പി, വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, എല്ലാം ഞാൻ കേട്ടു. എന്തായാലും ടെലിഫിലിം പിടുത്തത്തിന്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായി. ഈ പരിപാടി ഞാനും ഒരു ബിസിനസ് ആക്കാൻ പോവാ. വല്ലവന്റെ ചെലവിൽ എന്റെ കുടുംബം പുലർത്താമല്ലോ. ഈ ഐഡിയ തന്നതിൽ ഒത്തിരി സന്തോഷം. ഇത് തുടങ്ങാനായി ഒരു പൊട്ട ക്യാമറയും പൊട്ട സാധനങ്ങളും വാങ്ങാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. പ്ലക്കിങ്, റെസൊല്യൂഷൻ, പിക്ചർ, ഇത്തരം കുറച്ച് വാക്കുകൾ മതിയല്ലോ മോനെ മനുഷ്യനെ പറ്റിക്കാൻ. എൻ്റെ ഒപ്പം സുമേഷും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഓഡീഷനിൽ കാണാം. ഓക്കെ, ബൈ. ഒത്തിരി സന്തോഷം.